രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു ചോദ്യം നിലവിൽ നിലമ്പൂരിൽ CPM-ന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നറിയുകയാണ്. ആര്യാടൻ ഷൗക്കത്താണ് കോൺഗ്രസിന്റെ UDF-ന്റെ സ്ഥാനാർത്ഥി. ആ പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ CPM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആര്യാടൻ ഷൗക്കത്തിനെതിരെ മത്സരിക്കുന്നത് CPM-ൽ നിന്ന് ആരായിരിക്കും? ഒരു പ്രധാനപ്പെട്ട ചോദ്യം, CPM സ്വതന്ത്രനെയായിരിക്കുമോ ഇത്തവണയും മത്സരിപ്പിക്കുക, അതോ സ്വന്തം ചിഹ്നത്തിൽ ഒരു പരീക്ഷണത്തിന് CPM തയ്യാറാകുമോ നിലമ്പൂരിൽ എന്നുള്ളതാണ്. സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് ഏറ്റവും ആദ്യത്തെ ഉത്തരം M സ്വരാജ് എന്നുള്ളത് തന്നെയായിരിക്കും. M സ്വരാജിന് കേരളത്തിൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. CPM സെക്രട്ടേറിയറ്റ് അംഗമാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. തൃപ്പൂണിത്തുറ MLA ആയിരുന്നു. ഇതിനേക്കാളൊക്കെ ഉപരി CPM-ന്റെ യുവ നേതാക്കളിൽ യുവമുഖങ്ങളിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു നേതാവ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് സ്വരാജിന്റെ പേര് നിർദ്ദേശിച്ചത് എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇതിനോട് ഇതുവരെ, അതായത് സ്വരാജ് ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. എന്തായാലും രണ്ടാമത്തെ പേരായി ഉയർന്നു കേൾക്കുന്നത് മലപ്പുറം ജില്ലയിലെ DYFI ജില്ലാ പ്രസിഡന്റ്, മലപ്പുറം ജില്ലയിലെ CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖം DYFI-യുടെ ജില്ലാ പ്രസിഡന്റായ P ഷബീറാണ്. യുവജന കമ്മീഷൻ അംഗമാണ് P ഷബീർ. അടുത്തത് U ഷറഫലിയാണ്, മലപ്പുറത്തിന്റെ അതുപോലെ തന്നെ കേരളത്തിന്റെ ആകെ അഭിമാനമായ കായിക താരം. ഷറഫലി പറഞ്ഞതുപോലെ കായിക പ്രേമികൾക്കൊന്നും ഒരു പക്ഷേ പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്ത ഒരാളാണ്. ആ സുപരിചിതത്വം അതുപോലെ തന്നെ ആ ഒരു ജനകീയമായ മുഖം എന്നുള്ളത് തന്നെയാണ് ഷറഫലിയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള പ്രധാന കാരണമായി കരുതുന്നത്. അടുത്ത പേര് ഏറ്റവും ഒടുവിൽ, ഒരു പക്ഷേ ഈ പട്ടികയിൽ നമ്മൾ ഏറ്റവും അവസാനം കേട്ട അല്ലെങ്കിൽ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയ ഒരു പേരാണ് ഷെറോണ റോയുടേത്. ഈ ചുങ്കത്തറ സ്വദേശിയാണ്. അതുപോലെ തന്നെ പാർട്ടി കുടുംബം, മലപ്പുറത്തെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി കുടുംബത്തിൽ നിന്നുള്ള അംഗം എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗമാണ്. ആ തരത്തിൽ പാർട്ടിക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ്, അഭിഭാഷകയാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഷെറോണയ്ക്കും സാധ്യതകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അടുത്തത് പ്രൊഫസർ M തോമസ് മാത്യു. 1996-ലും 2011-ലും ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ടുണ്ട്. മുൻ KPCC അംഗമൊക്കെ ആയിരുന്നു. മാർത്തോമ കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു. ആ തരത്തിൽ ഈ പ്രദേശത്ത് വലിയ സ്വാധീനമുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ ആൾക്കാർക്ക് നല്ല പരിചയമുള്ള ഒരു മുഖം എന്നുള്ളത് കൂടി തോമസ് മാത്യുവിൻ്റെ സാധ്യത കൂട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ആ പേര് ഉയർന്നു കേൾക്കാനുള്ള കാരണങ്ങൾ ഒന്ന് അത് തന്നെയാണ്. എന്തായാലും ഇത്രയും പേരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഇതിൽ ആരാകും സ്ഥാനാർത്ഥി എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ചർച്ചകൾ ചൂടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നിലമ്പൂർ ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തി എന്ന് പറയണമെങ്കിൽ ഈ സ്ഥാനാർത്ഥിയെ കൂടി അറിയേണ്ടതുണ്ട്. രണ്ട് വശത്തും സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ, പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു പോരാട്ടത്തിന് വീര്യം കൂടുക. ആ കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളമാകെ.